നാളെ LPUP പരീക്ഷ എഴുതാൻ പോകുന്ന പ്രിയ സുഹൃത്തുക്കളെ, ചില പ്രത്യേക കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നാളെ എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്കുണ്ടാവേണ്ട മാനസിക ചിന്താഗതികൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. അതിൽ നമുക്ക് ഒന്നാമത്തത് പറയാനുള്ളത്, നമ്മൾ ഇന്ന് തന്നെ, അതായത് എക്സാം നാളെയാണെങ്കിൽ ഇന്ന് തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഹോൾ ടിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ എക്സാം ഹാളിൽ നമുക്ക് വേണ്ട കാണിക്കേണ്ട തിരിച്ചറിയൽ കാർഡുകൾ എന്നിവ എന്ത് ചെയ്യാം, തയ്യാറാക്കി റെഡിയാക്കി വെക്കുക. പിന്നെ നമ്മൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാം സെൻറ്റർ എവിടെയാണെന്നുള്ളതും അതിന് ദൂരവും ഒക്കെ നമ്മൾ കണക്കാക്കി എത്രയും നേരത്തെ എത്താൻ പറ്റുമെങ്കിൽ അത്രയും നേരത്തെ എത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. എക്സാം ഹാളിൽ മിനിമം നമ്മൾ ഒരു മണിക്കൂറെങ്കിലും മുമ്പേ എന്ത് ചെയ്യുക, അവിടെ എത്താനായി ശ്രമിക്കുക. നമ്മൾ ഒരുപാട് എന്താ പറയുക ഹാർഡായ ഭക്ഷണങ്ങൾ കഴിച്ച് ശരീരത്തിന് ഓവർലോഡ് വർക്ക് കൊടുത്ത് ക്ഷീണിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കരുത്. ലഘുവായ ഭക്ഷണങ്ങൾ, നല്ല സിമ്പിളായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് എക്സാം ഹാളിലേക്ക് പോവുക. അതിന് കൂടെ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഒന്ന് ഹാപ്പി ആവാൻ വേണ്ടി നമുക്ക് ചോക്ലേറ്റ് പോലത്തെ കാര്യങ്ങൾ, അതുപോലെ ഒരു കോഫി വേണേൽ കഴിക്കാം. എന്തൊക്കെ വാങ്ങിച്ച് വേണേൽ കഴിച്ചാൽ നല്ലതാണ്. കുറച്ചുകൂടി എന്താ പറയുക, ഒരു എനർജറ്റിക് ആയിരിക്കും, ഊർജ്ജസ്വലമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി കുറച്ചായി പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ എല്ലാ സിലബസുകളും കൃത്യമായിട്ട് കവർ ചെയ്ത് 1, 2, 3 തവണ കവർ ചെയ്ത ആൾക്കാരുണ്ട്. വളരെ നന്നായിട്ട് എന്താ പറയുക, ക്വസ്റ്റ്യൻ പേപ്പറുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്തെന്ന് പറയുക നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാളെ എക്സാം എഴുതുമ്പം വളരെ നന്നായിട്ട് നമുക്ക് എന്താ, നമ്മൾ പഠിച്ച ഏരിയയിൽ കൂടി തന്നെയാണ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെക്കുറിച്ച് കൂടുതലായി വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ വൃത്തിയായി നന്നായിട്ട് എഴുതിയാൽ മാത്രം മതി. അവിടെ എക്സാം ഹാൾ പബ്ലിക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക, എക്സാം ഹാളിൽ എങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. വരുന്ന ഒരു 1.5 മണിക്കൂറാണ് നമ്മുടെ ജീവിതത്തിലെ നിർണായക സമയമാകാൻ പോകുന്നത്. കാരണം നിങ്ങൾ പഠിച്ചതെല്ലാം കൃത്യമായിട്ട് നമുക്ക് എക്സാം ഹാളിൽ എന്ത് ചെയ്യണം, ബബിൾ ചെയ്യണം. അപ്പോൾ അതിനൊരു പ്ലാൻ വേണം. എക്സാം കുറേ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് നമ്മൾ പ്ലാൻ ചെയ്യുക. അവിടെ നിന്ന് എക്സാം ഹാളിനെ ബബിൾ ചെയ്തതിനു ശേഷം നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കുക, ആദ്യം വരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാൻ നിങ്ങൾ നേരത്തെ എത്തിച്ചിട്ടുണ്ടാവും. എന്നാൽ അതൊക്കെ ഒന്നുകൂടി ഒന്ന് പ്ലാനൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ച് വെക്കുക. ആദ്യം 30 മിനിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ആകെ ചെയ്യാനുള്ളത് നമുക്ക് എന്താ പറയുക, രജിസ്റ്റർ നമ്പർ ബബിൾ ചെയ്യുക, സൈൻ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാത്രമാണ്. അതുകൊണ്ട് OMR കിട്ടിയ ഉടനെ തന്നെ ചാടിക്കയറി അവിടെ ബബിൾ ചെയ്യുന്ന, രജിസ്റ്റർ നമ്പർ ബബിൾ ചെയ്യുന്ന സിസ്റ്റം ഒരിക്കലും ചെയ്യാൻ വേണ്ട. റിലാക്സ് ചെയ്ത് മെല്ലെ ചെയ്താൽ മതി. നമ്പറൊക്കെ നോക്കി തെറ്റിപ്പോരുത്. കാരണം നമ്മൾ 1.5 വർഷം ചെയ്ത് പഠിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, OMR കൃത്യമായിട്ട് നോക്കി ശ്രദ്ധിച്ച് ബബിൾ ചെയ്ത് പോയാൽ മതി. അതുപോലെ തന്നെ ഓരോന്നും വായിച്ചൊക്കെ നോക്കി, സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നമുക്കത് കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ റിലാക്സ് ചെയ്യാനുള്ള സമയം ഒരുപാടുണ്ട്. എക്സാം ഹാളിൽ എത്തിയിട്ട് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ് പ്രതീക്ഷിച്ച് പോയിട്ട് വളരെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതോടെ തകരും. അതുകൊണ്ട് മാക്സിമം പ്രതീക്ഷിക്കും, മാക്സിമം നല്ല ടൈറ്റ് ആയി, കട്ട് ഓഫ് മാർക്ക് ഒരു 40-45 കട്ട് ഓഫ് മാർക്ക് വരുന്ന രീതിയിൽ ടൈറ്റ് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷ അങ്ങ് പോയാൽ മതി. അപ്പോൾ നമുക്ക് അവിടെ എക്സാമിൽ എത്തുമ്പോൾ നമ്മൾ പഠിച്ചത് കുറേ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തകൾ മാറും. നെക്സ്റ്റ് ആയിട്ട് എനിക്കൊന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ എക്സാം എഴുതുന്ന രീതികൾ, നിങ്ങൾ പലരും പല രീതികളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ രീതി എന്താണോ കണ്ടെത്തി വെച്ചാൽ അത് അതുപോലെ തന്നെ എന്താണോ ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടാവും. അത് അതുപോലെ തന്നെ ചെയ്യാം. ഇനി പ്ലാൻ ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ അഭിപ്രായത്തിൽ, നിങ്ങൾ ആദ്യം തന്നെ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ഓരോ ചോദ്യങ്ങളും വായിച്ച് ഇങ്ങനെ പോവുക. അതായത് ഉത്തരം അറിയുന്നൊക്കെ ബബിൾ ചെയ്ത് ഇങ്ങനെ ഉത്തരം അറിയാത്തൊക്കെ സ്കിപ്പ് ചെയ്ത് നമ്പർ നോക്കി കറക്റ്റ് നമ്പർ നോക്കണം. ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണെന്നുള്ളതും ബബിൾ ചെയ്യാൻ പോകുന്ന നമ്പർ എത്രയാണെന്നുള്ളതും ഉറപ്പിച്ചുകൊണ്ട് തന്നെ ബബിൾ ചെയ്ത് ഇങ്ങനെ പോവുക. അതായത് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ, അല്ലെങ്കിൽ കേട്ട് സംശയമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചില സമയത്തൊക്കെ നമുക്ക് സംശയം ഉണ്ടാവും, ഇത് തന്നെയാണോ ഇതാണോ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണോ ഒക്കെ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്ന് കൂടുതലായിട്ട് അവിടെ ചിന്തിച്ചിരിക്കരുത്. 1 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഓർഡർ വൈസ് ആയിട്ട് 1 മണിക്കൂർ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേഗത്തിൽ എന്ത് ചെയ്യുക, ചെയ്തിങ്ങനെ പോവുക. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരുപാടുണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു വായനയിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ വായനയിലോ കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, വേഗത്തിൽ അത് വായിച്ച് അർത്ഥം മനസ്സിലാക്കി വേഗത്തിൽ എന്ത് ചെയ്യാറ്റ് ഇങ്ങനെ പോവാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, 1 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ 100 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് പോവാം. അങ്ങനെ ആവുമ്പോൾ എന്നുള്ള ഗുണം എന്താ വെച്ചാൽ, നമുക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റും. ഈ നിങ്ങൾ ഒഴിവാക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവിടെ ഒരു ചെറിയ എന്തെങ്കിലും മാർക്കോ അല്ലെങ്കിൽ എന്താ പറയുക ക്വസ്റ്റ്യൻ OMR നോക്കിയാൽ മതി. അങ്ങനെ നോക്കി എന്ത് ചെയ്യുക, നിങ്ങൾ അത് വീണ്ടും റിവൈൻഡ് ചെയ്ത് വന്നിട്ട് തിരിച്ച് വന്നിട്ട് തീരെ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കി സംശയമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടി ആലോചിച്ച് നോക്കി ഉത്തരം ചെയ്തിങ്ങനെ പോവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ കേൾക്കുന്ന പലരും എക്സാം എഴുതുമ്പോൾ പറയുന്നതാണ്, എക്സാം എഴുതി കഴിഞ്ഞ് വന്നിട്ട് അവസാനത്തെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്നതായിരുന്നു, അതിൽ 9 മാർക്ക് എൻ്റെത് പോയി. കാരണം ഒരു മാർക്ക് ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അറിയാത്തായിരുന്നു, ബാക്കി 9 പോയതാണ്. അങ്ങനെയാണ് ലിസ്റ്റിൽ നിന്ന് ഔട്ടായത്. അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. ഇങ്ങനെ ഇതൊന്നും പറയുന്നത് എന്താ പറയുക, നമ്മളെ വിജയം നേടാൻ പറ്റാത്തതിനുള്ള റീസൺ ആയിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് നടപ്പിലാക്കാൻ നമ്മൾ പഠിക്കണം. അതിനാണ് നമുക്ക് സമയം തന്നിട്ട് ആ സമയം കൊണ്ടൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ പരീക്ഷ എഴുതുമ്പോൾ, നമ്മൾ എല്ലാവരും പരീക്ഷ എഴുതുമ്പോൾ തന്നെ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ചിലപ്പോൾ തീരെ കേൾക്കാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ചില ആൾക്കാർ എന്ത് വെച്ചാൽ കുറേ ക്വസ്റ്റ്യൻസ് എഴുതി കഴിയുമ്പോൾ തന്നെ എന്താ പറയുക, മറ്റുള്ളവർ കുറേ എഴുതി ഉണ്ടാവുമോ, ഞാൻ മാത്രം ഈ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവുക, അതുകൊണ്ട് എന്താ പറയുക, ഇതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ച് എന്താ പറയുക, ഈ നമ്മൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അതായത് കറക്കി കുത്തു, ഇതാണോ നോക്കട്ടെ പറഞ്ഞാൽ ഇതൊരു കുർത്ത വിട്ടു, കാരണം ഇത് എഴുതി കേട്ടൊരു പരിചയം ഉണ്ടല്ലോ അല്ലേ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ 4 ഓപ്ഷൻ ഉണ്ടാവും, 4 ഓപ്ഷനിൽ 3 എണ്ണം തെറ്റും, ഉറപ്പാണ് 3 എണ്ണം തെറ്റായിരിക്കും. അപ്പോൾ അതിനകത്ത് ഒന്നിനെ ചാൻസ് ഉള്ളൂ, അതായത് 25% മാത്രമേ ശരിയാവാനുള്ള ചാൻസ് ഉള്ളൂ, ബാക്കി 75ഉം എന്താണ് തെറ്റാനുള്ള സാധ്യതകളാണ്. എങ്ങനെ ആയാലും അത് തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളൂ. നമ്മൾ കേൾക്കാത്ത ക്വസ്റ്റ്യൻസ്, നമുക്കെന്താ പറയുക, വായിച്ച് തിരെ അറിവില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും അറ്റൻഡ് ചെയ്യാൻ പോലും, കാരണം അങ്ങനെ ശരിയാവില്ല. ശരിയാവാനുള്ള ചാൻസ് 75% എന്താണ് തെറ്റാനുള്ള സാധ്യതയാണുള്ളത്, 25% ഉള്ളൂ. അത് തന്നെ അങ്ങനെ സാധ്യത കുറവാണ്. അങ്ങനെ ചെയ്യേണ്ടത് എൻ്റെ അഭിപ്രായം. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പരീക്ഷ എഴുതുന്നതിന് മുമ്പേ നമുക്കുണ്ടാകുന്ന ടെൻഷനുകളാണ്, നമ്മളെ മാനസികാവസ്ഥകളാണ്. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ എക്സാമിൻ്റെ ഫോക്കസിങ് മാറ്റാം. നാളത്തെ എക്സാം നമുക്ക് എന്ത് ചെയ്യാം, മാനസികം നമ്മൾ ഏതായാലും ഒഴിവാക്കിയാൽ ഇനി നെക്സ്റ്റ് എക്സാം നോക്കാം, അടുത്ത എക്സാം നോക്കാം എന്നുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറാം. നമുക്ക് നമ്മൾ ടെൻഷൻ ഫ്രീ ആക്കാൻ പറ്റില്ല ഒരു മാർഗ്ഗങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. സാധാരണ നമ്മൾ പലരും ചെയ്യാറുള്ള മാർഗ്ഗങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ രണ്ടാമത് നമുക്കൊന്ന് പറയാനുള്ള വെച്ചാൽ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്ത ആൾക്കാരുണ്ട്, അതായത് പോസിറ്റീവ് സംസാരിക്കുന്ന, നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങൾ സക്സസ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഫ്രീ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്നത്, ഫ്രീ ആയിട്ട് സംസാരിക്കാം. മൂന്നാമത് നമുക്ക് കാണാൻ വെച്ചാൽ അതിനെ മാക്സിമം അങ്ങ് ചിന്തിച്ചാൽ മതി. എക്സാം എഴുതിയാൽ എന്താ പറയുക, മാക്സിമം സംഭവിക്കുക, നമുക്ക് നമ്മൾ പേടിക്കുന്നത് എന്താണോ അതിന് മാക്സിമം വിചാരിക്കുക. മാക്സിമം പോയാൽ നമുക്ക് എന്താ ഈ എക്സാം കിട്ടൂല, ജോലി കിട്ടൂല, അത്രയേ ഉള്ളൂ.